നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സ്വാതി. എല്ലാം കലങ്ങി തെളിഞ്ഞ് ജീവിതം ഒന്ന് കരപറ്റിയെന്ന് ആശ്വസിച്ച് വരികയായിരുന്നു. അപ്പോഴാ പ്രതീക്ഷിക്കാതെയുള്ള ഈ പ്രശ്നങ്ങൾ. ബാങ്കുകാർ പറയുന്നത് പോലെയുള്ള ബാധ്യതകളൊക്കെ നമുക്കുണ്ടോ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. കവിത അപ്പച്ചി MD ആയിരുന്ന സമയത്തെ ബാധ്യതകളാ ഇപ്പൊ കുഴപ്പത്തിലാക്കിയിരിക്കുന്ന. ആ സമയം കമ്പനിയുടെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. ഞാനിത് ഏറ്റെടുത്തിട്ട് 2 വർഷമല്ലാവുന്നുള്ളൂ. ഓഡിറ്റിൽ ഞാൻ ഈ കണക്കുകളൊക്കെ കണ്ടതാ. ലോൺ എടുത്തെങ്കിൽ ആ പണമൊക്കെ എവിടെ പോയി? അതേപ്പറ്റി അന്വേഷിച്ചില്ലേ? അമ്മ പറയുന്നത് ശരിയാണല്ലോ. ഗോഡൌണിന്റെ പേരിൽ 2 ബാങ്കുകളിൽ നിന്ന് 6 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്ന. മുൻപ് സച്ചിയുടെ സീഫുഡിന്റെ ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ പ്രോപ്പർട്ടി കണ്ടിട്ടാ. പക്ഷേ അത് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞ് സച്ചി അതിൽ നിന്ന് പിന്മാറിയപ്പോഴാ ഭൂമിയുടെ പേരിൽ നടന്ന തട്ടിപ്പ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആ പണം ചെറിയമ്മയുടെ പക്കലുണ്ടാവില്ലേ? എന്താ സംശയം? അതുമല്ല ബിനാമിയുടെ പേരിലാവും. ശരിക്കും ആ സ്ത്രീ ഇപ്പോഴാ നമ്മളെ കുടുക്കിയിരിക്കുന്ന. ബാങ്ക് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയാ കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയൂ. ഈ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞ് വല്ല വാടക വീട്ടിലും പിറക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ എന്തായാലും നമ്മുടെ കുഞ്ഞിനുണ്ടാവില്ല സഞ്ജു. നീ ഉദ്ദേശിക്കുന്നത് നിന്റെ വീടാണെന്ന് എനിക്കറിയാം. എല്ലാം നശിപ്പിച്ച് കുടുംബം കുളം തോണ്ടിട്ട് എനിക്ക് ആ വീട്ടിൽ വന്ന് നിൽക്കാനാവില്ല. നീ എന്നെ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട. മുത്തശ്ശനെ കൊണ്ട് നീ അങ്ങോട്ട് പോയാൽ മതി. ഞാനും അമ്മയും മറ്റൊരു കൊച്ചു വാടക വീട് നോക്കി പോവാ. എന്റെ ദൈവമേ, നിങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ടാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. സംഭവിക്കാൻ പോകുന്ന സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ടിന് കാര്യമില്ലമ്മോ. ഒരു കൊടുങ്കാറ്റ് മംഗലശ്ശേരി വീടിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. അത് തടയാൻ ഇനി നമുക്ക് കഴിയില്ല. എനിക്കുള്ളതെല്ലാം എഴുതി വിറ്റിട്ടാണെങ്കിലും നമ്മൾ മുഴുവൻ ബാധ്യതകളും തീർക്കും. സഞ്ജു, തളർന്നു പോവാതിരുന്നാൽ മാത്രം മതി. അത് കൈപ്പറ്റാനുള്ള യോഗ്യത എനിക്കില്ല. ആരുടെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കില്ല. ഇനി അടുത്ത വരവ് ആരുടേതാണെന്തോ. ഒരാൾ വീണുന്നറിയുമ്പോഴാ ചവിട്ടാൻ 1000 കാലുകൾ വരുന്ന. ഞാൻ പോലും അറിയാത്ത ബാധ്യതകളാ ഇപ്പൊ എന്റെ തലേ വന്ന് വീഴുന്ന. അച്ഛനായിരുന്നോ? അമ്മ വിളിച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എന്താ മോനെ നീ എന്നോട് ഇത് പറയാതിരുന്നത്? തൊഴിലാളികളെ ഇളക്കി പണിമുടക്ക് തുടങ്ങിയപ്പോഴാങ്ങളെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വഷളായത്. വിവരം അപ്പൊ തന്നെ ബാങ്കുകളിൽ എത്തിക്കാണും. അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഈ പണിമുടക്കൊന്ന് ഒഴിവാക്കി കിട്ടാൻ പറ്റുമോ? എങ്കില് ബാക്കി കാര്യങ്ങൾക്ക് ഒരു സാവകാശം ആവശ്യപ്പെടാം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. അത് നിന്റെ കൂടെ നിന്ന് തൊഴിലാളികളല്ലേ. അതൊക്കെ സത്യങ്ങളെ. എന്നാലിപ്പോ അവര് പഴയ ആളുകളല്ല. നീ എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് പ്രധാനപ്പെട്ട ചിലരെ നേരിട്ടൊന്ന് കാണാം. അച്ഛാ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ദക്ഷയാ. സാലറി പെൻഡിംഗ് എല്ലാം തീർത്തു കിട്ടിയ സ്റ്റാഫ് എല്ലാം പഴയതുപോലെ ജോലിക്ക് കയറൂ. ആദ്യം അത് പറയേ. അത് പിന്നെ ശമ്പള കുടിശ്ശിക തന്നെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അത് തീർത്തു കഴിഞ്ഞാ പിന്നെന്താ എല്ലാവർക്കും ജോലിക്ക് കയറാൻ പറ്റാത്തെ? അത് പറയേ.
ശരി, എന്നാ നോക്കാം. നോക്കാന്നല്ല ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ഓക്കെ. ഒരു മിനിറ്റേ. ഹലോ മാഡം, എന്താ വിളിച്ചേ? മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? നിങ്ങളിപ്പോ മംഗലശ്ശേരിയിലല്ലേ നിൽക്കുന്നത്? അതെ, അത് മാഡം എങ്ങനെ? എങ്ങനെ അറിഞ്ഞൂന്നല്ലേ? ഞാൻ അറിയും. അതാണല്ലോ എന്റെ ജോലി. ആ, ഇതെന്റെ ആവശ്യമായി പോയില്ലേ? അപ്പൊ ഇങ്ങനെ പല സോഴ്സും ഞാൻ ഉപയോഗിക്കുന്ന കൂട്ടിക്കോ. എന്താ അവരുടെ ഡിമാൻഡ്? അത് മാഡം, ഇപ്പൊ ശമ്പള കുടിശ്ശിക തീർത്തു തരാം, എല്ലാവരോടും ജോലിയിൽ കയറാനാ അവരാവശ്യപ്പെടുന്നത്. എന്നിട്ട് സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. അതാണല്ലോ സ്റ്റാഫിന്റെ ഡിമാൻഡ്. എന്താ മാഡം, എന്താ ഒന്നും പറയാത്തത്? അപ്പോ താൻ വലിയ നേതാവാണെന്ന് പറയുന്നത് വെറുതെ ആണല്ലേ? ഇത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആയോ? മാഡം, ഞങ്ങൾ വെച്ച ഡിമാൻഡ് കമ്പനിയുടെ ഭാഗത്തുനിന്നും അംഗീകരിച്ചു. അപ്പോ പിന്നെ ഞങ്ങൾക്ക് തൊഴിലല്ലേ പ്രധാനം? നേതാവേ, ഇത്ര പെട്ടെന്ന് ഈ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ച നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എന്റെ തൊഴിലാളികൾക്ക് ശമ്പളവും കിട്ടും, ജോലിയും കിട്ടും. അല്ലാതെന്താ? അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായി എന്താ ബെനിഫിറ്റ്? അത് ഒന്നുമില്ല അല്ലേ? അത് മാഡം, ഈ ഡിമാൻഡ് അംഗീകരിക്കാതെ സമരം തുടർന്നാൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് വലിയൊരു തുകയാ. ഇനി സമരം നടത്തി ആ കമ്പനി പൂട്ടിച്ചാൽ, എന്നേക്കുമായി പൂട്ടിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ അതിലും വലിയൊരു ഓഫർ തരും. അപ്പോ ഓക്കെ ആണല്ലോ? ലക്ഷങ്ങൾ വേണോ അതോ തൊഴിലാളി സ്നേഹം വേണോ? അതൊന്ന് ആലോചിക്കും. അത് മാഡം, പറയേ. ഞാൻ എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവാം? ഗുഡ്, നല്ല തീരുമാനം. മാഡം പറഞ്ഞ ആ തുക ഉറപ്പാണല്ലോ? ദക്ഷ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. എന്നാൽ മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മതി, നല്ല തീരുമാനം. ആ, എന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ മാഡം, ഞാൻ വേണ്ടത് ചെയ്തോളാം. താങ്ക് യു. മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനി, ഒടുവിൽ എന്റെ പേര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.